കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്തിന്റെ ഇടത്തെ കോട്ടയുടെ കവാടത്തിന്റെ അധിപനായ നവോച്ച സിംഗ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ഐബൻ ഡോഹലിങ്ങിന് പകരക്കാരനായി മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ നവോച്ച സിംഗ് ഐബന്റെ പരിക്കിന്റെ കുറവ് നമ്മളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. വളരെ മികച്ച പ്രകടനമാണ് പകരക്കാരനായിട്ട് വന്ന നവോച്ച സിംഗ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇടത് പാർശ്വത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇടത് പാർശ്വത്തിലൂടെ വരുന്ന ആക്രമണങ്ങളുടെ മുനയൊടിക്കുന്ന കാര്യത്തിൽ ഈ താരം കാണിക്കുന്ന മിടുക്ക് എടുത്തു പറയേണ്ടതും പ്രശംസനീയവുമാണ്. പക്ഷെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല. കാരണം മന്ദർ താംനെ എന്ന ബംഗളൂരു എഫ് സിയുടെ സിഇഒ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ തലവരതിനു ശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ തലവര മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മന്ദർ താംനെ നവോച്ച സിംഗ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ കളിക്കുന്ന താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരമാണ്. അദ്ദേഹം ലോണിലാണ് ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കളിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ കോൺട്രാക്ട് വർദ്ധിപ്പിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ തുക മന്ദർ താംനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വഴി ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സും നവോച്ച സിംഗിനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും നവോച്ച സിംഗിനെ വേണം. നിലവിലെ മാർക്കറ്റ് വ്യവസ്ഥകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വാഗ്ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ തുക നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നവോച്ച സിംഗ് എന്ന ലെഫ്റ്റ് ബാക്കിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെയും ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. വന്ന അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ അമിതമായിട്ടുള്ള തെള്ളങ്ങ് ഞാൻ ഒഴിവാക്കാമെന്ന് വിചാരിക്കുവാണ്. എനിക്കും മടുത്തു തുടങ്ങി.